പെരുന്നാൾ ഇങ്ങെത്തി. ആഘോഷങ്ങൾക്ക് വർണ്ണപ്പകിട്ടേക്കാൻ ചേലക്കരയുടെ സ്വന്തം നിറഫാബും ഒരുങ്ങിക്കഴിഞ്ഞു. ജെന്റ്സിനും ലേഡീസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അതും ആകർഷകമായ ഓഫറുകളോടെ. ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു. നിറഫാബ്, മേപ്പാടം, ചേലക്കര. ചേലക്കരയിൽ പ്രവർത്തിക്കുന്ന ക്വാറികൾക്കെതിരെ ഗുരുതര ആരോപണവുമായി നാട്ടിൻചിറ സ്വദേശി ആലാക്കൽ അബ്ദുൾ അസീസ് രംഗത്ത്. ക്വാറികളുടെ നിയമലംഘനത്തിന് പഞ്ചായത്ത് അധികാരികളുടെ ഒത്താശയുണ്ടെന്നും അബ്ദുൾ അസീസ് ആരോപിക്കുന്നു. ചേലക്കരയിലെ ക്വാറികൾ മതിയായ രേഖകളില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്നും പഞ്ചായത്ത് അധികാരികൾ ഇതിന് ഒത്താശ നൽകുന്നതായും ആരോപണം. ചേലക്കര നാട്ടിൻചിറ സ്വദേശി ആലായിക്കൽ അബ്ദുൾ അസീസാണ് ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. പറക്കാട് പ്രവർത്തിക്കുന്ന 3 ക്വാറികളും വനം വന്യജീവി സങ്കേതങ്ങളിൽ നിന്നും 10 കിലോമീറ്ററിനുള്ളിലാണ് പ്രവർത്തിക്കുന്നത് എന്നും ക്വാറി ഉടമകൾ ആവശ്യമായ രേഖകൾ ഹാജരാക്കാതെ തന്നെ പഞ്ചായത്ത് അധികാരികൾ ലൈസൻസ് നൽകിയിട്ടുണ്ട് എന്നും ഇതിനു പിന്നിൽ വൻ അഴിമതിയാണെന്നും ആരോപണം. അതിൽ വനം വന്യജീവി സങ്കേതത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. നമ്മൾ ചൂലന്നൂർ മയിൽ സങ്കേതത്തിൻ്റെ 1.5 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസും പീച്ചി വനസങ്കേതത്തിൽ നിന്ന് 7 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസുമാണ്. അപ്പോൾ അതിൽ 10 കിലോമീറ്റർ ഉള്ളിലുണ്ടെങ്കിൽ അതിൽ അനുമതി കൊടുക്കാൻ പാടില്ല. അത് ഒരു അപാകതയാണ്. ഇതിനെ മറികടക്കാൻ ഇവർ 2020 ഹൈക്കോടതിയിൽ 3 പേരും അന്യായം ഫയൽ ചെയ്തിരുന്നു. വനം വന്യജീവി സങ്കേതത്തിൽ നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിന് ഉള്ളിലാണ് ഇവർ കോറി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ജിയോളജി വകുപ്പ് ഇതിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ട് സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ 3 പേരും അന്യായം ഫയൽ ചെയ്ത്. അതെന്ന് പറഞ്ഞാൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കേണ്ട ക്വാറികൾ പുലർച്ചെ 5 മണിക്ക് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അനുവദിച്ചതിനേക്കാൾ കൂടുതൽ ടൺ കരിങ്കല്ലോടുമായി ശരിയായ പെർമിറ്റുകൾ ഇല്ലാതെ കടത്തിക്കൊണ്ടുപോകുകയും ചെയ്യുന്നത് പ്രഭാത സവാരിക്കും ആരാധനാലയങ്ങളിലും മറ്റും ഇറങ്ങുന്നവർക്കും ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് എന്നും പരാതി. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ അഴിയിൽ മൊത്തം DNO ലൈസൻസ് പഞ്ചായത്ത് നൽകിയത് 2 കോറികൾക്കാണ്. അതിലും വലിയ അഴിമതിയാണ്. അതിൽ വനം വന്യജീവി സങ്കേതത്തിന് അനുമതിയില്ലാതെ ഇവർ കൊടുക്കാൻ പാടില്ലാത്തതാണ്. പിന്നെ വല്ലം ഇൻഫ്രാസ്ട്രക്ചറിന് DNO ലൈസൻസ് കൊടുത്തിട്ടില്ല, പഞ്ചായത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ആ ജിയോളജി വകുപ്പിൽ നിന്ന് അതിൻ്റെ ഒരു പകർപ്പ് കിട്ടിയിട്ടുണ്ട്. അതിൽ സെക്രട്ടറി ഒന്നും ഒപ്പിടാത്തതാണ്, അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ മൂവ്മെൻറ്റ് പാസ് ഉണ്ട്. അതിലത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു ദിവസം 4 യൂണിറ്റുള്ള വാഹനം 10 ലോഡ് പോകാനുള്ള പെർമിറ്റ് ഉള്ളൂ. അതിന് 100-200 വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇതുകൂടാതെ മറ്റവർക്ക് 2 പേർക്കും DNO ലൈസൻസ് കൊടുക്കുന്ന കൂട്ടത്തിൽ അവർ 2 എല്ലാ അപേക്ഷകളും എല്ലാ കറണ്ട് നോട്ടിഫൈകളും എനിക്ക് തന്നു. ഈ വല്ലം ഇൻഫ്രാസ്ട്രക്ചറിന് പകരം എനിക്ക് തന്നത് ഒരു അസുറാബി വൈഫ് ഓഫ് അബ്ദുൾ നൗഷാദ്. അത് അറിഞ്ഞത് മുള്ളൂർക്കര അഡ്രസ്സാണ് കാണുന്നത്, വാഴക്കോട് മുള്ളൂർക്കര അഡ്രസ്സാണ് അറിഞ്ഞത്. വാഴക്കോട് ഒരു CPM പ്രവർത്തകൻ്റെ അനുജൻ്റെ ഭാര്യയാണെന്നുള്ള അറിവ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അവർ പഞ്ചായത്തിൽ എല്ലാ അപേക്ഷകളും നൽകി. പക്ഷേ അവർക്ക് പഞ്ചായത്തിൽ നിന്ന് യാതൊരു DNO ലൈസൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ വലിയൊരു തിരിമറി നടന്നുണ്ട്. വല്ലം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കറണ്ട് നോട്ടിഫൈ തരുന്നതിന് പകരം എനിക്ക് തന്നത് ഈ അസുറാബിടെയാണ്. ഇപ്പോൾ അറിവ് ഈ വല്ലം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ EKKയുടെ അവരുടെ ഈ മൂവ്മെൻറ്റ് പാസ് വെച്ചിട്ട് ഇത് മറ്റൊരു വ്യക്തി, മുള്ളൂർക്കരയിലുള്ള മറ്റൊരു വ്യക്തിയാണ് ഈ കരിങ്കല്ല് വാഹനങ്ങൾ കൊണ്ടുപോകണമെന്ന് ഉള്ളൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ മുള്ളൂർക്കര വ്യക്തിയുടെ കറണ്ട് നോട്ട് ഫയലുകൾ പഞ്ചായത്ത് നമ്മൾ തന്ന് കബളിപ്പിച്ചിട്ടുള്ളത്. നിരവധി തവണ ഈ വിഷയങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നും വൻ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനത്തിലാണ് ഇപ്പോൾ ക്വാറികൾ പ്രവർത്തിക്കുന്നത് എന്നും വിവരാവകാശ രേഖകൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അബ്ദുൾ അസീസ് ആരോപിക്കുന്നു. നിയമവിരുദ്ധമായിട്ടാണ് ഇന്നേ വരെ അവരെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അതുമല്ല ഒയാസിസിൻ്റെ എന്താ മെഗസിൻ കിടക്കുന്നത് വക്കടേക്കാട് പോലീസ് സ്റ്റേഷനാണ്. നമ്മൾ ചേലക്കര പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള കോറുടെ മെഗസിൻ അതേന്നൊരു സ്ഫോടക വസ്തു സൂക്ഷിക്കുന്ന സ്ഥലം വക്കടേക്കാട് പോലീസ് സ്റ്റേഷനാണെന്നും GK ഗ്രാനൈറ്റ്സിൻ്റെ മെഗസിൻ മാപ്പ് പ്രകാരം നമ്മുടെ NMLP സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തുള്ള റബ്ബർ എസ്റ്റേറ്റിൻ്റെ ലൊക്കേഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അടിമുടി എല്ലാം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ്. കൂടാതെ നമ്മൾ വല്ലം ഇൻഫ്രാസ്ട്രക്ചർ ഇവരുടെ ഡിയോൻ്റെ ലൈസൻസിനുള്ള അപേക്ഷയിൽ പഞ്ചായത്ത് ഒരുപാട് കൃത്രിമങ്ങൾ ചെയ്തിട്ടുണ്ട്. 6/11/23 ഒരു ഡിയോൻ്റെ ലൈസൻസ് സഞ്ജു മുഹമ്മദിന് എന്ന് പറയുന്ന വല്ലം ഇൻസ്പെക്ടറിന് ഹാജരാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ജിയോളജി വകുപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള ഇതാണ്. പഞ്ചായത്തിന് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. ജിയോളജി വകുപ്പിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആ ജിയോളജി വകുപ്പിൽ ഒരു അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയാണ്. അതിൽ സെക്രട്ടറി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഒപ്പിടേണ്ട സ്ഥലത്ത് ഒപ്പിട്ടിട്ടില്ല. അതുമല്ല അതിൻ്റെ റിമാർക്സിൽ വേറെ ഒന്ന് പറയുന്നുണ്ട്. നോട്ട്: ഈ ലൈസൻസ് JC1-JC4/2385/23 2023-24-88 നമ്പറായി ഈ ഓഫീസിൽ നിന്നും 1/4/23 അനുവദിച്ചിട്ടുള്ള ലൈസൻസിൻ്റെ ഭാഗമാകുന്നു. 14/11/23 മുതൽ 31/3/2027 വരെ കരിങ്കൽ കോറി പ്രവർത്തിക്കുന്നതിന് അനുവദിച്ചിട്ടുള്ള ഈ ലൈസൻസിൻ്റെ കാലയളവിൽ കോറി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ മറ്റെല്ലാ വകുപ്പുകളുടെയും ലൈസൻസുകളും അനുമതികളും ഈ ഓഫീസിൽ ഹാജരാക്കുകയും കാലികമാക്കി സൂക്ഷിക്കുകയും ചെയ്യാത്ത പക്ഷം ഈ ലൈസൻസ് സാധ്യത ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. പഞ്ചായത്ത് അത് വലിയ ഗുരുതര വീഴ്ചയാണ് പറ്റിയിരിക്കുന്നത്. എല്ലാ ലൈസൻസുകളും ഹാജരാക്കിയതിന് ശേഷമാണ് ജിയോളജി വകുപ്പ് പെർമിറ്റ് കൊടുക്കുക. ആ ജിയോളജി വകുപ്പിൻ്റെ പെർമിറ്റിന് ശേഷം വീണ്ടും എല്ലാ രേഖകളും പഞ്ചായത്തിൽ ഹാജരാക്കിയാൽ മാത്രമേ ഇവർ DNO ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നിയമം ഇരിക്കുമ്പോൾ ഇവർ ഈ രേഖകളൊന്നും ഹാജരാക്കാതെ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ റിമാർക്സിൽ പറയുന്നുണ്ട് ലൈസൻസ് ഹാജരാക്കാത്തോടത്തോളം കാലം ഈ ലൈസൻസിന് വാല്യൂ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിൽ സെക്രട്ടറി ഒപ്പിട്ടിട്ടുമില്ല. വിവരാവകാശ അപേക്ഷകൾക്ക് പോലും കൃത്യമായ മറുപടി നൽകാതെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ക്വാറി മാഫിയയെ സഹായിക്കുന്ന നിലപാടാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത് എന്നും അബ്ദുൽ അസീസ് ആരോപിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് കാര്യാലയം 2/4/23 തീയതി, അത് സൺഡേ ആണ്, വളരെ ശ്രദ്ധിക്കണം. ഞായറാഴ്ച ദിവസമാണ് പഞ്ചായത്ത് അവധി ദിവസം. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നും തഹസീൽദാർക്ക് ഒരു കത്ത് പോയിട്ടുണ്ട്. ഞായറാഴ്ച ദിവസമാണ് ഈ തഹസീൽദാർക്ക് കത്ത് പോയിരിക്കുന്നത്. ചേലക്കര പഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി മഠാണ് അതിൽ ഒപ്പിട്ടിരിക്കുന്നത്. ആളുടെ ഒപ്പ് കാണുമ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി മഠത്തിൻ്റെ ഒപ്പ് പോലുണ്ട്. ഇത് തഹസീൽദാർക്ക് അയച്ചിട്ടുള്ള കത്താണ്. 2/4/23 അത് ഞായറാഴ്ചയാണ്. അതിൻ്റെ ഒരു കോപ്പി വില്ലേജ് ഓഫീസിലേക്കും പോയിട്ടുണ്ട്. ഉള്ളടക്കം വില്ലേജ് നികുതി റെസിപ്റ്റ് കോപ്പികൾ, കൈവശാസ സർട്ടിഫിക്കറ്റ് കോപ്പികൾ എന്ന് പറയുന്നുണ്ട്. ഈ ഞായറാഴ്ച അങ്ങനെ ഒരു കത്ത് പഞ്ചായത്തിന് ഞായറാഴ്ച ദിവസം വിടേണ്ട കാര്യം എന്താ? ഞായറാഴ്ച അവധി ദിവസം അങ്ങനെ ഞായറാഴ്ച ഒരു കത്ത് പോയിട്ടുണ്ട്. അത് വലിയ തിരിമറിയാണ്. അതിന് ശേഷം ആ കത്തിന് ശേഷം 4/4/23 2 ദിവസം ഞായറാഴ്ച കത്ത് പോയി, തിങ്കൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച ഇത് 4/4/23 തീയതി നടന്ന അടിയന്തര യോഗത്തിലെ 6/1 നമ്പർ തീരുമാനം ലൈസൻസ് പുതുക്കുന്നതിനെ സംബന്ധിച്ച് ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 3 പ്രവർത്തിക്കുന്ന സഞ്ജു മുഹമ്മദ് എന്നിവരുടെ ഉടമസ്ഥയിലുള്ള കോറി ലൈസൻസ് പുതുക്കി ലഭിക്കുന്നതിനായി സമർപ്പിച്ച അപേക്ഷ ഭരണസമിതി ചർച്ച ചെയ്തു. രേഖകൾ സമർപ്പിച്ചത് യോഗം പരിശോധിച്ചു. പ്രസ്തുത രേഖകൾ ഹാജരാക്കിയ സാഹചര്യത്തിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കോറി ആയതിനാൽ ലൈസൻസ് പുതുക്കി നൽകാവുന്നതാണെന്ന പ്രസിഡന്റിൻ്റെ അഭിപ്രായത്തോട് 14 മെമ്പർമാർ യോജിച്ചു. ഭരണസമിതിയിൽ 12 മെമ്പർമാരാളുണ്ട്. അവർ മുഴുവൻ പേരും ഒപ്പിട്ടാലും പ്രതിപക്ഷത്തു നിന്ന് 2 മെമ്പർമാരുണ്ട്. 14 മെമ്പർമാർ യോജിച്ചു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തെ എന്തായാലും 2 മെമ്പർമാർ പെട്ടുണ്ട്. 7 പേർ ഭൂരിപക്ഷ അഭിപ്രായത്തിൽ യോഗം തീരുമാനിച്ചു. ഞായറാഴ്ച 2/4/23 തഹസീൽദാർക്ക് കത്ത് പോയി കഴിഞ്ഞാൽ ആ കത്തിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ പഞ്ചായത്ത് 4/4/23 ഇത് യോഗം അടിമത്തി തീരുമാനം ഉണ്ടാവുകയാണ്. കാരണം ആ കത്തിൻ്റെ മറുപടി വന്നതായിട്ട് ഈ യോഗത്തിലൊന്നും പറയുന്നില്ല.
അപ്പോൾ ഇത് വലിയ അഴിമതിയാണ്. കാരണം ചേലക്കര പഞ്ചായത്തിലെ ഈ ക്വാറികൾക്ക് നിയമാനുസൃതമില്ലാതെ പഞ്ചായത്ത് യാതൊരു DNO ലൈസൻസുകൾ നൽകുകയും അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് എൻ്റെ DNO ലൈസൻസുകൾ നൽകുന്നത്. ആ നൽകിയിട്ട് മൂവ്മെൻറ്റ് പാസ് ഒരു ടീമിന് മാത്രമേ ഉള്ളൂ. എന്താ വല്ലം സച്ചു മുഹമ്മദിൻ്റെ വല്ലം ഇൻസ്പെക്ടറിന് മാത്രമേ DNO ലൈസൻസ് ഉള്ളൂ. നിയോജക മണ്ഡലത്തിൽ തകർന്ന റോഡുകൾ അനവധിയുണ്ടായിട്ടും ക്വാറി മാഫികൾക്ക് വേണ്ടിയാണ് കറുകക്കടവ് റോഡ് നവീകരിക്കുന്നതെന്നും പരാതി. കോൺവെൻറ്റ് സ്കൂൾ മുതൽ കോൺവെൻറ്റ് ജംഗ്ഷൻ തോൾപ്പാട് റോഡ് തിരിയുന്ന മുതൽ ഇപ്പോൾ നമ്മൾ കോറിയുടെ അടുത്ത് വരയ്ക്കാണ് ഇപ്പോൾ പുതിയ റോഡ് പണിതുകൊണ്ടിരിക്കുന്നത്. ആ റോഡ് പണിയുന്നത് തന്നെ ഈ കോറിക്കാർക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ റോഡ് പുതിയത് പണിതുകൊണ്ടിരിക്കുന്നത്. അത് കോറിക്കാർക്ക് വേണ്ടി മാത്രമാണ്. അത് പരക്കാട് വരെയാണ് ആ മെതുക് വരെ ആ റോഡ് പണിയുന്നുള്ളൂ. അത് വലിയ ട്രക്കുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ക്വാറികളുടെ പ്രവർത്തനം മൂലം കവളപ്പാറയോ പുത്തുമലയോ ചൂരൽമലയോ ഇവിടെ ആവർത്തിക്കാതിരിക്കാൻ ഒപ്പം അധികാരികളുടെ കണ്ണു തുറപ്പിക്കാനും സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് രൂപീകരിച്ച ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും നീതിപീഠങ്ങളെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അബ്ദുൽ അസീസ് റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ പ്രകൃതിക്ക് വലിയ ദുരന്തം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇനി പെട്ടിമുടിയും നമ്മുടെ കുറാഞ്ചേരിയും നാട്ടിൻചിറ ഉരുൾപൊട്ടി പോലെ വലിയ വലിയ ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിനെതിരെ ഈ നിയമവിരുദ്ധമായ ഈ കോറികൾക്കെതിരെ ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഞങ്ങൾ സമരമുറകളും നിയമവ്യവസ്ഥയിൽ ഹൈക്കോടതിയിലടക്കം പോകാനുള്ള ജനങ്ങൾ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. പരാതികളും ഇതായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് പഞ്ചായത്ത് യാതൊരു ഒന്നാമത്തെ DNO ലൈസൻസ് ഈ കോറികൾക്ക് DNO ലൈസൻസ് കൊടുക്കണമെങ്കിൽ ഗ്രാമസഭ അംഗീകരിക്കാതെ കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് എല്ലാ മെമ്പർമാരും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും എല്ലാ മെമ്പർമാരും അനുകൂലിച്ച് സർക്കാരും എല്ലാം അനുകൂലിച്ചിട്ടാണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത്. നിയമത്തിന് ഒരു കോറിക്കും നിയമപരമായിട്ട് അവർക്ക് അവിടെ കോറി നടത്താനുള്ള അർഹതയില്ല. എല്ലാ അഴിമതിയാണ്. ചേലക്കര പഞ്ചായത്തിലെ എല്ലാ ജനപ്രതിനിധികളും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഈ കോറിക്കാർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വർഷത്തിൽ 50,008 ടൺ മാത്രം അനുവദിച്ച ഒരു ക്വാറി അതിലും 100 മടങ്ങ് കൂടുതലായാണ് കല്ലുകൾ കടത്തിക്കൊണ്ടു പോകുന്നത് എന്നും മാക്സിമം 10 ടൺ ഭാരം മാത്രം അനുവദിച്ചിട്ടുള്ള റോഡിലൂടെ 25 ടണ്ണിലധികം ഭാരം കയറ്റിയ ലോഡുകളാണ് കടന്നു പോകുന്നത് എന്നും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അബ്ദുൽ അസീസ് കൂട്ടിച്ചേർത്തു. അതൊരു വർഷത്തിന് 50,008 ടൺ ഉള്ള പെർമിറ്റാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം ഒരു 4000 കിലോ ആണ് ഒരു യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ 50,008 ടണ്ണിന് ഒരു വർഷം 12,500 യൂണിറ്റ് മാത്രമേ ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു മാസം 25 ദിവസത്തെ വർക്കിംഗ് ഡേ ആകുകയാണെങ്കിലും അത് 10,041 യൂണിറ്റ്. ഒരു ദിവസം 40 യൂണിറ്റ് കരിങ്കല്ലേ കൊണ്ടുപോകാൻ പാടുള്ളൂ. ആ 40 യൂണിറ്റ് കരിങ്കല്ല് കൊണ്ടുപോകുമ്പോൾ ഒരു 4 യൂണിറ്റിൻ്റെ വാഹനം ചെറിയ വാഹനമാണെങ്കിലും 10 ട്രക്ക് കരിങ്കല്ല് കൊണ്ടുപോകാൻ പാടുള്ളൂ. അതിന് ദിവസം 100-200 ട്രക്ക് കരിങ്കല്ലാണ് ഇവിടുന്ന് യാതൊരു അനുമതിയില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. 10 യൂണിറ്റ് ലോഡ് വെച്ചിട്ട് ഈ തോൾപ്പാടം റോട്ടിൽ അനുമതിയുള്ളൂ. അതിന് 10 ടൺ. അപ്പോൾ അതിന് പകരം അതിൻ്റെ ഇരട്ടി 20-25 ടൺ വെച്ചിട്ടാണ് ഓരോ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര.